ശ്രീ ശങ്കര ഭഗവത്പാദർ രചിച്ച അദ്വൈതാനുഭൂതി എന്ന പ്രകരണ ഗ്രന്ഥത്തിന് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 56-ാം ശ്ലോകം. ജലേ ശൈത്യാദികം യദ്വത് ജലഭാനും ന സംസ്പൃശേത് ബുദ്ധേഃ കർമാദികം തദ്വത് ചിദാഭാസം ന സംസ്പൃശേത്. യദ്വത് ഏതുപോലെയാണോ, ജലേ ശൈത്യാദികം വെള്ളത്തിൻ്റെ തണുപ്പ് മുതലായവ, ജലഭാനും വെള്ളത്തിലെ പ്രതിബിംബ സൂര്യനെ ന സംസ്പൃശേത് സ്പർശിക്കാതിരിക്കുന്നത്, തദ്വത് അതുപോലെ, ബുദ്ധേഹേ കർമാദികം ബുദ്ധിയുടെ കർമ്മം മുതലായവ, ചിദാഭാസം ന സംസ്പൃശേത് ബുദ്ധി പ്രതിബിംബമായ ജീവനെയും സ്പർശിക്കുന്നില്ലെന്ന് കാണേണ്ടതാണ്. ഏതുപോലെയാണോ വെള്ളത്തിൻ്റെ തണുപ്പും മുതലായവ വെള്ളത്തിലെ പ്രതിബിംബ സൂര്യനെ സ്പർശിക്കാതിരിക്കുന്നത്, അതുപോലെ ബുദ്ധിയുടെ കർമ്മം മുതലായവ ബുദ്ധിപ്രതിബിംബമായ ജീവാത്മാവിനെയും സ്പർശിക്കുന്നില്ലെന്ന് കാണേണ്ടതാണ്. ചിദാഭാസം ന സംസ്പൃശേത് ജീവാത്മാവിനെയും സ്പർശിക്കുന്നില്ലെന്ന് കാണേണ്ടതാണ്. എന്ത്? ആശ്രയമായ ബുദ്ധിയുടെ കർമാദി ദോഷങ്ങൾ. പ്രതിബിംബത്തിനുണ്ടെന്ന് തോന്നുന്ന ദോഷമൊന്നും ബിംബത്തിനെ ലേശവും ബാധിക്കുന്നില്ല എന്ന് 55-ാം പദ്യത്തിൽ വെളിപ്പെടുത്തി. വാസ്തവത്തിൽ ആശ്രയദോഷങ്ങൾ പ്രതിബിംബത്തെപ്പോലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വെള്ളത്തിലെ തണുപ്പ് അതിലെ സൂര്യപ്രതിബിംബത്തെ ബാധിക്കുന്നില്ല. വെള്ളത്തിലെ ചലനവും മറ്റും പ്രതിബിംബത്തെ ബാധിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ പോലും തണുപ്പ് ബാധിക്കുന്നു എന്ന് പറയാൻ തെളിവൊന്നുമില്ലല്ലോ. വാസ്തവത്തിൽ ആശ്രയദോഷമൊന്നും പ്രതിബിംബത്തെ പോലും ബാധിക്കുന്നില്ലെന്ന് ചിന്തിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് ബുദ്ധിയുടെ കർമാദി ദോഷമൊന്നും ജീവനെപ്പോലും ബാധിക്കുന്നില്ല തന്നെ. ബാധിക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും ഭ്രമം മാത്രം. 57-ാം ശ്ലോകം. ബുദ്ധേഃ കർത്തൃത്വ ഭോക്തൃത്വ ദുഃഖിത്വാദ്യൈസ്തു സംയുതഃ ചിദാഭാസോ വികാരീവ ശരാവസ്ഥാംബുഭാനുവത്. ബുദ്ധേഃ ആശ്രയമായ ബുദ്ധിയുടെ കർത്തൃത്വ ഭോക്തൃത്വ ദുഃഖാത്വാദ്യൈഃ കർത്തൃത്വം ഭോക്തൃത്വം ദുഃഖിത്വം തുടങ്ങിയ ഭാവങ്ങളുമായി സംയുതഃ തു ചേരുമ്പോഴാകട്ടെ, ചിദാഭാസഃ വികാരീ ഇവ ജീവാത്മാവ് വികാരിയെപ്പോലെ കാണപ്പെടുന്നു. ശരാവസ്ഥാംബു ഭാനുവത് പാത്രജലത്തിലെ പ്രതിബിംബ സൂര്യനെ പോലെ. ആശ്രയമായ ബുദ്ധിയുടെ കർത്തൃത്വം ഭോക്തൃത്വം ദുഃഖിത്വം തുടങ്ങിയ ഭാവങ്ങളുമായി ചേരുമ്പോഴാകട്ടെ, ജീവാത്മാവ് വികാരിയെപ്പോലെ കാണപ്പെടുന്നു. പാത്രജലത്തിലെ പ്രതിബിംബ സൂര്യനെ പോലെ. ചിദാഭാസോ വികാരീവ ജീവാത്മാവ് വികാരിയെപ്പോലെ കാണപ്പെടുന്നു. വാസ്തവത്തിൽ ജീവാത്മാവിന് വികാരമൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. എപ്പോഴാണ് വികാരിയെപ്പോലെ കാണപ്പെടുന്നത്? ആശ്രയമായ ബുദ്ധിയുടെ കർത്തൃത്വാദി ഭാവങ്ങളുമായി ചേരുമ്പോൾ. ഏതുപോലെ? പാത്രജലത്തിലെ സൂര്യനെ പോലെ. പാത്രജലത്തിൻ്റെ ചലനവും കലങ്ങലും മറ്റും സൂര്യപ്രതിബിംബത്തിനുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെന്നുള്ളതാണ് വാസ്തവം. ജലം ചലിക്കാതായാൽ പ്രതിബിംബവും ചലിക്കാതാവും. അതുകൊണ്ടുതന്നെ ചലനവും മറ്റും ജലത്തിനാണ്, പ്രതിബിംബത്തിനില്ലെന്ന് തെളിയുന്നുണ്ടല്ലോ. ഇനിയും ജലമൊഴിച്ചു കളഞ്ഞാൽ പ്രതിബിംബം ഒരു മാറ്റവും വരാത്ത ബിംബത്തോട് ചേരുകയും ചെയ്യും. അതുകൊണ്ട് പ്രതിബിംബത്തിന് മാറ്റമൊന്നും വരുന്നില്ലെന്ന് കാണാം. ബുദ്ധി എന്ന ഉപാധി വിട്ടുപോയാൽ പ്രതിബിംബരൂപനായ ജീവാത്മാവ് ബിംബരൂപനായ പരമാത്മാവുമായി ഏകീഭവിക്കും. അതുകൊണ്ട് ബുദ്ധിയുടെ ഭാവഭേദങ്ങൾ ജീവാത്മാവിനെപ്പോലും യഥാർത്ഥത്തിൽ ബാധിക്കുന്നില്ലെന്ന് കാണേണ്ടതാണ്. വെള്ളമൊഴിച്ചു കളഞ്ഞാൽ പ്രതിബിംബം ഇല്ലാതാകുന്നത് പോലെ ബുദ്ധി ഇല്ലാതായാൽ ജീവത്വം ഇല്ലാതാകുമെന്നുള്ളതിന് സുഷുപ്തി തെളിവാണെന്നുകൂടി എടുത്തു കാട്ടുന്നു. 58-ാം പദ്യം. ശരാവസ്ഥോദകേ നഷ്ടേ തത്സ്ഥോ ഭാനുർവിനഷ്ടവത് ബുദ്ധേർലയേ തഥാ സുപ്തൗ നഷ്ടവത് പ്രതിഭാത്യയം.
ശരാവസ്ഥോദകേ നഷ്ടേ, പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കളഞ്ഞാൽ തത്സ്ഥ ഭാനുഹു, അതിലുണ്ടായിരുന്ന പ്രതിബിംബ സൂര്യൻ വിനഷ്ടവത്, ഇല്ലാതായ പോലെ ഭവിക്കുന്നു. തഥാ, അതുപോലെ സുപ്തൗ, ഉറക്കത്തിൽ ബുദ്ധേഹേ ലയേ, ബുദ്ധി ലയിക്കുമ്പോൾ അയം, ഈ ജീവാത്മാവ് നഷ്ടവത് പ്രതിഭാതി, ഇല്ലാതായ പോലെ അനുഭവപ്പെടുന്നു. പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കളഞ്ഞാൽ അതിലുണ്ടായിരുന്ന പ്രതിബിംബ സൂര്യൻ ഇല്ലാതായ പോലെ ഭവിക്കുന്നു. അതുപോലെ ഉറക്കത്തിൽ ബുദ്ധി ലയിക്കുമ്പോൾ ഈ ജീവാത്മാവ് ഇല്ലാതായ പോലെ അനുഭവപ്പെടുന്നു. നഷ്ടവത് പ്രതിഭാത്യയം, ഈ ജീവാത്മാവ് ഇല്ലാതായ പോലെ അനുഭവപ്പെടുന്നു. എപ്പോൾ? ഉറക്കത്തിൽ. എന്തുകൊണ്ട്? പ്രതിബിംബാശ്രയമായ ബുദ്ധി ലയിച്ചപ്പോൾ. ഏതുപോലെ? സൂര്യപ്രതിബിംബത്തിനാശ്രയമായിരുന്ന വെള്ളം ഒഴിച്ചു കളയുമ്പോൾ അതിലെ പ്രതിബിംബം ഇല്ലാതാകുന്നതുപോലെ ഉറക്കത്തിൽ ജീവൻ പ്രതിബിംബത്വം മാറി ബിംബമായ പരമാത്മാവുമായി ഒന്നാകുന്നു. അവിടെ ജീവന് കേവല ആനന്ദ അനുഭവം മാത്രം. ജീവൻ്റേതായ കർത്തൃത്വാദി ഭാവങ്ങളൊന്നും ഉള്ളതായേ തോന്നുന്നില്ല. ഈ അനുഭവം തന്നെ ബുദ്ധിയുടെ കർത്തൃത്വാദി ഭാവങ്ങളൊന്നും യഥാർത്ഥത്തിൽ പ്രതിബിംബരൂപനായ ജീവനെപ്പോലും ബാധിക്കുന്നില്ലെന്ന് തെളിയുന്നു. ഈ ദൃഷ്ടാന്തം തന്നെ പരമാത്മസ്ഥിതിയും വിളിച്ചറിയിക്കുന്നു എന്നാണ് ഇനി അടുത്ത പദ്യം വിവരിക്കുന്നത്. ജലസ്ഥാർക്കം ജലം ചോർമിം ഭാസയൻ ഭാതി ഭാസ്കരഃ, ആത്മാഭാസം ധിയം ബുദ്ധേഃ കർത്തൃത്വാദീനയം യഥാ. 59-ാം ശ്ലോകം. ജലസ്ഥാർക്കം, വെള്ളത്തിലെ പ്രതിബിംബ സൂര്യനെയും, ജലം ഊർമിയും ച, വെള്ളത്തെയും അതിലെ അലകളെയും, ഭാസയന് ഒരുപോലെ പ്രകാശിപ്പിച്ചുകൊണ്ട്, ഭാസ്കര സാക്ഷാത് സൂര്യൻ, ഭാതി പ്രകാശിച്ചു വിളങ്ങുന്നു. തഥാ, അതുപോലെ ആത്മാഭാസം, ബുദ്ധിയിലെ തൻ്റെ പ്രതിബിംബരൂപനായ ജീവാത്മാവിനെയും, ധിയം ബുദ്ധിയെയും, ബുദ്ധേഹേ കർത്തൃത്വാദീൻ ബുദ്ധിയുടെ കർത്തൃത്വാദി ഭാവങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അയം അഖണ്ഡബോധരൂപനായ പരമാത്മാവ് പ്രകാശിച്ചു വിളങ്ങുന്നു. വെള്ളത്തിലെ പ്രതിബിംബ സൂര്യനെയും വെള്ളത്തെയും അതിലെ അലകളെയും ഒരുപോലെ പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷാത് സൂര്യൻ പ്രകാശിച്ചു വിളങ്ങുന്നു. അതുപോലെ ബുദ്ധിയിലെ തൻ്റെ പ്രതിബിംബമായ ജീവാത്മാവിനെയും ബുദ്ധിയെയും ബുദ്ധിയുടെ കർത്തൃത്വാദി ഭാവങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അഖണ്ഡബോധരൂപനായ പരമാത്മാവ് പ്രകാശിച്ചു വിളങ്ങുന്നു. പരമാത്മസ്ഥിതി. വെള്ളത്തിലെ പ്രതിബിംബ സൂര്യനെ അപേക്ഷിച്ച് സാക്ഷാത് സൂര്യൻ എങ്ങനെ നിലകൊള്ളുന്നുവോ അതുപോലെയാണ് ബുദ്ധിയിലെ പ്രതിബിംബബോധരൂപനായ ജീവാത്മാവിനെ അപേക്ഷിച്ച് അഖണ്ഡബോധരൂപനായ പരമാത്മാവിൻ്റെ സ്ഥിതി. സാക്ഷാത് സൂര്യൻ വെള്ളത്തിലെ പ്രതിബിംബ സൂര്യനെയും വെള്ളത്തിൻ്റെ ചലനത്തെയും എല്ലാം ഒരുപോലെ പ്രകാശിപ്പിച്ച് സ്വയം പ്രകാശരൂപനായി വിളങ്ങുന്നു. പ്രതിബിംബ സൂര്യൻ്റെയും മറ്റും സ്ഥിതി സാക്ഷാത് സൂര്യൻ്റെ സ്ഥിതി വിളിച്ചറിയിക്കുന്നു എന്ന് താത്പര്യം. അതുപോലെ പ്രതിബിംബബോധമായ ജീവനെയും ബുദ്ധിയെയും ബുദ്ധിയുടെ കർത്തൃത്വാദി വികാരങ്ങളെയും എല്ലാം ഒരുപോലെ പ്രകാശിപ്പിച്ചുകൊണ്ട് അഖണ്ഡബോധരൂപനായ പരമാത്മാവ് സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നു. ജീവാത്മാവിൻ്റെയും മറ്റും സ്ഥിതി പരമാത്മസ്ഥിതിയെ വിളിച്ചറിയിക്കുന്നു എന്ന് താത്പര്യം. സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നവനാണ് പരമാത്മാവെങ്കിൽ എന്തുകൊണ്ടാണ് സ്പഷ്ടമായി തെളിഞ്ഞ് അനുഭവപ്പെടാത്തത്? സൂര്യദൃഷ്ടാന്തം കൊണ്ടുതന്നെ അതും വെളിപ്പെടുത്താം. 60-ാം ശ്ലോകം. മേഘാവഭാസകോ ഭാനുർ മേഘച്ഛന്നോ വഭാസത്തെ മോഹാവഭാസകസ്തദ്വത് മോഹച്ഛന്നോ വഭാസത്തെ. മേഘാവഭാസ ഭാനുഃ, മേഘത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ. മേഘച്ഛന്ന അവഭാസത്തെ, മേഘത്താൽ മറയ്ക്കപ്പെട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. തദ്വത്, അതുപോലെ മോഹാവഭാസക, ദ്വൈതമെന്ന മായാമോഹത്തെ പ്രകാശിപ്പിക്കുന്ന അഖണ്ഡബോധം മോഹച്ഛന്ന അവഭാസത്തെ, ആ ദ്വൈതമെന്ന പോലെ, ആ ദ്വൈതമെന്ന മായാമോഹത്താൽ മറയ്ക്കപ്പെട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മേഘത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ മേഘത്താൽ മറയ്ക്കപ്പെട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ദ്വൈതമെന്ന മായാമോഹത്തെ പ്രകാശിപ്പിക്കുന്ന അഖണ്ഡബോധം ആ ദ്വൈതമെന്ന മായാമോഹത്താൽ മറയ്ക്കപ്പെട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു.
മോഹച്ഛന്നോവഭാസത്തെ. ദ്വൈതമെന്ന മായാമോഹത്താൽ മറയ്ക്കപ്പെട്ട് പരമാത്മാവ് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ? മേഘത്താൽ മറയ്ക്കപ്പെട്ട് സൂര്യൻ പ്രകാശിക്കും പോലെ. ഒരു മേഘപടലം സൂര്യനെ മറച്ചിരിക്കുന്നു എന്ന് കരുതുക. ഇവിടെ മേഘത്താൽ മറയ്ക്കപ്പെട്ട് സൂര്യൻ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അറിയാം? മേഘം പ്രകാശിക്കുന്നത് കൊണ്ട് തന്നെ അറിയാം. ഒരിക്കൽ കൂടി വായിക്കാം. ഒരു മേഘപടലം സൂര്യനെ മറച്ചിരിക്കുന്നു എന്ന് കരുതുക. ഇവിടെ മേഘത്താൽ മറയ്ക്കപ്പെട്ട് സൂര്യൻ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അറിയാം? മേഘം പ്രകാശിക്കുന്നത് കൊണ്ട് തന്നെ അറിയാം. സൂര്യൻ പുറകിലില്ലെങ്കിൽ മേഘം എങ്ങനെ പ്രകാശിക്കും? പ്രകാശിക്കുകയേയില്ല. അതുപോലെ ദ്വൈതമെന്ന മായാമോഹത്താൽ മറയ്ക്കപ്പെട്ട് അദ്വൈതബോധം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെ അറിയാം? ദ്വൈതമെന്ന മായാമോഹം പ്രകാശിക്കുന്നത് കൊണ്ടു തന്നെ അറിയാം. ബോധമെന്ന അദ്വൈത സത്യം പിന്നിലില്ലെങ്കിൽ ദ്വൈതമോഹം പ്രകാശിക്കുകയേയില്ല. ദ്വൈതത്തെ മായാമോഹമെന്ന് പറയാൻ എന്താണ് കാരണം? ദ്വൈതത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഉറവിടം അന്വേഷിച്ചാൽ ഒരിക്കലും പിടികിട്ടുന്നതല്ല. അതുകൊണ്ടാണ് മായാമോഹമായി ദ്വൈതത്തെ കണക്കാക്കുന്നത്. അദ്വൈതം ഉറപ്പു വരുന്നതോടെ ദ്വൈതം വെറും മോഹമാണെന്ന് തെളിയുകയും ചെയ്യും. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.